ചൈനയിൽ നിന്ന് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു വളരെ കൗതുകരമായിട്ടുള്ളൊരു ന്യൂസ് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കതൊരു കൗതുകകരമായിട്ടുള്ള ന്യൂസ് എന്ന് പറയുമ്പോഴും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അത്രയും കൗതുകകരമല്ല. ഒരു പ്രണയത്തിൻ്റെ പേരിൽ ആ പ്രണയം സത്യസന്ധമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു യുവാവ് ചെയ്ത ഒരു പരാക്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ യുവതിയുടെ അമ്മയുടെയും യുവതിയുടെയും ഒരു ആവശ്യപ്രകാരം ഈ യുവാവിൻ്റെ അതായത് എന്താണ് പ്രസവ വേദന അറിയണം എങ്കിൽ മാത്രമേ അവരുടെ പ്രണയം സീരിയസ് ആയിരിക്കുമെന്ന് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യണമെന്ന് പറയുകയും ആ യുവാവ് അതിനെ നിർബന്ധിതനാവുകയും 3 മണിക്കൂറോളം ഇത്തരത്തിലൊരു പ്രസവ വേദന അനുഭവിക്കുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് പോവുകയും ചെയ്തു. ആൾ 3 മണിക്കൂറാണ് അത്തരത്തിൽ ആ ഒരു വേദന സഹിച്ചത്. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് ആ വേദന ഉയർത്തുകയും, നമുക്ക് പറയാം ഈ പ്രസവ വേദന എന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പുരുഷൻ അത് അനുഭവിച്ചു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ ചെറുകുടലിന് അത് ബാധിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് ചെറുകുടൽ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരിക. അപ്പം ഇതൊരു കൗതുകരമാണെന്ന് നമുക്ക് തോന്നും. പ്രണയം സത്യസന്ധമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പരാക്രമം തമാശയായിട്ട് എടുക്കാൻ പറ്റുമോ? ഇതെന്താ ഇവൻ ഇത്ര പൊട്ടനാണോ എന്ന് വേണം ചോദിക്കാൻ പറ്റും സിമ്പിളായിട്ട്. കാര്യം ഒരു പ്രണയത്തിന് വേണ്ടി പ്രണയം സത്യസന്ധമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാഹസികത കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ അതായിരിക്കും ആദ്യമേ ചോദിക്കേണ്ടത്. പക്ഷെ അതിന്റെ ഉള്ളിൽ അതിന്റെ ഡെപ്ത് എടുത്തു കഴിഞ്ഞാൽ പല രീതിക്ക് നമുക്ക് ചിന്തിക്കാം. കാര്യം ഒന്നവന്റെ സ്നേഹം, അതെ, സ്നേഹത്തോടെ ചോദ്യം ചെയ്യപ്പെട്ട അത് സത്യസന്ധമായിട്ടുള്ള പ്രണയം തെളിയിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ഇപ്പോൾ വേണ്ടത്? ശരിക്കും നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല. അത് ഒന്നാമത്തെ ഒരു കാര്യം. ആ ഒരു പ്രണയം സത്യസന്ധമാണോ എന്ന് തെളിയിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്നാണ് നമ്മൾ നോക്കുക. അതുപോലെ ഒരാൾ നോക്കി ഇന്ന മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവർ വരെ ഇപ്പൊ കൊലപ്പെടുത്തുക. അതെ, അങ്ങനെ ഒരു സാഹചര്യത്തില് സത്യസന്ധമാണോ എന്നുള്ളത് നമ്മളെ ഇനിയിപ്പോ സത്യസന്ധമാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി സാഹസികതയൊക്കെ ചെയ്ത് സത്യസന്ധമാണെന്ന് തെളിഞ്ഞാൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ തന്നെ ആവണമെന്നില്ല ഈ റിലേഷൻഷിപ്പ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരിൽ തന്നെ വേർപിരിയുന്നവർ അനേകമാണ്. അത് അറേഞ്ച്ഡ് മാരേജ് ആയാലും അല്ലെങ്കിൽ ലവ് മാരേജ് ആയാലും ഡിവോഴ്സ്ഡ് ആവുക അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരുപാട് കൊലപാതകങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് പ്രണയിച്ച് വിവാഹം കഴിച്ചുകൊണ്ടാണ് അവരങ്ങനെ വന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു റീസൺ അതിന്റെ ഇടയിൽ കൊണ്ടിടോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു റീസൺ വെക്കാറുണ്ട്. അതൊരു പൊതുവായിട്ടുള്ളൊരു വർഷങ്ങളായിട്ട് ഇങ്ങനെ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യങ്ങളാണ്. പലരും കേട്ടുണ്ടും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് അത്. ഞങ്ങൾ ചൂസ് ചെയ്ത ഒരാളല്ലല്ലോ, നിങ്ങളായിട്ട് തേടിപ്പോയതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതൊരു പരീക്ഷണമാക്കി നിനക്ക് അമ്മയല്ലേ ഏതോ, അതായത് യുവതിയുടെ അമ്മയും കൂടാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. അതായത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പരിശുദ്ധമായിരിക്കുകയുള്ളൂ യുവാവിന്റെ പ്രണയം. അതായത് അത്രയും പ്രസവവേദനയോളം അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനുഷ്യന് മാത്രമേ എൻ്റെ മകളെ നന്നായിട്ട് നോക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഉപദേശങ്ങൾ പരിശുദ്ധമാവുകയുള്ളെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള സാഹസികത ചെയ്താൽ മാത്രമേ ആ പ്രണയം പരിശുദ്ധമാവുകയുള്ളൂ എന്നുള്ളത്, സത്യസന്ധമാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് തന്നെ തോന്നും അത് സത്യസന്ധമാണോ എന്ന് എങ്ങനെ അറിയാൻ നമ്മൾ നോക്കും, വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ മുന്നേ പറയാറുണ്ട്, വെറുതെയെങ്കിലും പറയാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും ട്രൂ ലൈഫിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ആളുടെ ലൈഫിനെ വരെ ബാധിക്കുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ആളുടെ ചെറുകുടൽ വരെ മാറ്റേണ്ട ഒരു അവസ്ഥ. ഇനിയിപ്പോൾ എന്താ ഇനിയുള്ള സാഹചര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്കാണ് ഈ ഒരു സ്ഥിതിയെങ്കിൽ ഇത്തരത്തിൽ നമ്മളൊരു സാഹസികത കാണിച്ചു, ഒരാളോട് ഇഷ്ടം തോന്നിയിട്ട് നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന്, ഇത് പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്. കാര്യം പ്രണയം തോന്നി കഴിയുമ്പോൾ ചിലവർ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയാൻ നേരത്ത് ഞരമ്പ് കട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അയാൾക്ക് അത് ഫീൽ ആവുന്നു, അയ്യോ അയാൾ അങ്ങനെ ചെയ്തല്ലോ, അപ്പൊ എന്നോട് അത്രയും സ്നേഹം ഉണ്ടായിട്ടാണ് എന്ന് തോന്നി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതെ, തീർച്ചയായും. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചാണോ സ്നേഹം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ടത്? നമ്മുടെ കൈ എങ്ങനെ മുറിച്ചത് നമുക്കേ വേദന എടുക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് അത് വേദന എടുക്കില്ല. വേദനയല്ല, നമ്മുടെ ജീവൻ തന്നെ എടുക്കും. അതെ, ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്തിനാ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കാണിച്ച് ജീവൻ അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഉള്ളത്? ഈ പറഞ്ഞ ആളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ചെറുകുടലിനൊക്കെയാണ് എന്തോ പ്രശ്നങ്ങൾ വന്നത്. ആളുടെ ജീവൻ പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആളെയായിട്ട് ഒരു ജീവിതം പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ ഈ പെൺകുട്ടിയെ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിപ്പിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പം ചിലപ്പോൾ അതിനുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റില്ല.
ഇതിപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വല്ല ടാസ്കുകളൊക്കെ വെച്ച് അല്ലെങ്കിൽ നിബന്ധനകൾ വെച്ചിട്ടുള്ള വിവാഹ ജീവിതത്തെ പറ്റി ആലോചിക്കാതിരിക്കുക. കാര്യം എന്തിനാ നമ്മൾ നമ്മുടെ ജീവൻ പണയം വെച്ചോ ഒന്നുള്ള ഒരു ജീവിതത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. കാര്യം ഇനിയും വർഷങ്ങൾ ജീവിക്കേണ്ടതാണ് ഇവരുടെ കൂട്ടത്തിൽ. പിന്നെ നമ്മുടെ ലൈഫിൽ എന്നും ടാസ്കുകളായിരിക്കും, എന്നും ഓരോരോ പരീക്ഷണങ്ങളായിരിക്കും. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ, അല്ലെ അത് തെളിയിക്കാൻ നീ അത് ചെയ്യൂ അല്ലെങ്കിൽ ഇത് ചെയ്യൂ. ചിലപ്പോൾ വീട്ടുകാർ ഇത്തരത്തിലുള്ള ഫാമിലിയും കൂടെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ഉപദേശിക്കും, അതെ നിനക്കവളോട് സ്നേഹം ഇല്ലെന്ന് തോന്നുന്നു, അപ്പൊ നീ ഇങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കും. അവനത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നിന്നോട് സ്നേഹമുണ്ട്, അവനത് ചെയ്യുന്നില്ലെങ്കിൽ നിന്നോട് സ്നേഹമില്ലെന്ന അർത്ഥം. ഒരു കുടുംബത്തെ തന്നെ തെറ്റിക്കാനുള്ള ഒരു കാര്യം. ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഫാമിലിയുടെ ഒരു മോശമായിട്ടുള്ള നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിക്ക്, നമുക്ക് മാനസികമായിട്ട് സമ്മർദ്ദം തരുന്ന രീതിക്ക് പല കേസുകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ആ രീതിക്ക് ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ബന്ധത്തില് വിള്ളലുകൾ വരുന്നുണ്ട്. അതെ, ഇപ്പൊ ഒരു കപ്പിൾസിന്റെ ഇടയിലേക്ക് വരുമ്പോ അതില് അവർ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അതിന്റെ ഇടയിലേക്ക് ഈ ബന്ധുക്കളും എല്ലാവരും കൂടി വരുമ്പോൾ അവരവരുടെ കാര്യങ്ങളും കൂടി ഇടുമ്പോൾ പിന്നെ അതൊരു വലിയൊരു പ്രശ്നമായി മാറും. അതൊക്കെയാണ് ചില സമയങ്ങളിൽ അതൊക്കെ തന്നെയാണ് ഡിവോഴ്സ് വരെ എത്തുന്നത്. ചെറിയൊരു വിഷയമായിരിക്കും. പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്കുക എന്നിട്ട് എന്ന് വെച്ചുകൊണ്ട് ചിലവര് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഒരുപാട് ക്രൂരമർദ്ദനങ്ങൾ. അങ്ങനെയല്ല, എന്നാലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിച്ചു പോവുക. അടിമപ്പെട്ട് കഴിയണം എന്നല്ല. ഇതെനിക്ക് തോന്നുന്നില്ല ഇതൊരു നല്ല കാര്യമായിട്ട്. കാര്യം ആ പെൺകുട്ടിയുടെ അമ്മ ഇത് പറയാനും പാടില്ലായിരുന്നു. ആ പെൺകുട്ടി ഈ പറഞ്ഞ ആൺകുട്ടിയോട് അതും പറയാൻ പാടില്ലായിരുന്നു. അവനും പാടില്ലായിരുന്നു. അത് ചെയ്യാനും പോകരുതായിരുന്നു. അതായിരുന്നു വേണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ യുവാവിന്റെ ട്രൂ ലവ് കാണിച്ചു എന്ന് പറയാം. പക്ഷെ അവന്റെ ജീവനാണ് അവിടെ അപകടത്തിലാവുന്നത്. ഇനി എന്ത് ചെയ്യും? വളരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിതൊരു തമാശക്ക് ചിരിച്ചുകൊണ്ട് ഞങ്ങളിത് സംസാരിക്കുമ്പോൾ പോലും അതിന്റെ ഗൗരവം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരം കീറി മുറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ദോഷമാർക്കാ നമുക്ക് അതിന്റെ ഭവിഷ്യത്തുകൾ മുഴുവൻ അനുഭവിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. നമുക്കിതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പം പ്രണയമാകാം, എല്ലാം വേണം. എല്ലാവർക്കും പ്രണയമൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം. തീർച്ചയായിട്ടും അതായിരിക്കും നല്ലത്. ഇത്തരത്തിലുള്ള സാഹസികതയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പണി മേടിച്ച് വെക്കരുത്. ഇവിടെ അതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു വിശ്വാസമില്ലായ്മയാണ്. അതെ, പാർട്ട്ണറിനെ വിശ്വാസമില്ല. പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റാതെ കാണിച്ചു കൊടുത്താലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത്. എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ഒന്നും അങ്ങനെ എന്തെങ്കിലും? ഒരുപാട് നാളായിട്ട് ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു, പ്രണയത്തിലായിരുന്നു. പക്ഷെ അത് തെളിയിക്കണം. ഈ കല്യാണം, അതായത് എൻഗേജ്മെന്റ് തൊട്ട് മുമ്പാണ് ഇങ്ങനത്തെ കാര്യം അമ്മ പറയുന്നത്. എൻഗേജ്മെന്റ് വരെ എത്തണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവർ പ്രണയിച്ച് കിടക്കുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ എൻഗേജ്മെന്റ്, അതായത് വീട്ടുകാരും കൂടി ഇൻക്ലൂഡ് ആവുമ്പോൾ തെളിയിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് മകളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ഡിസിഷൻ അവർ ഉണ്ടാക്കി. ആ അമ്മ ഇനി വേറൊരാളാണ് വരുന്നെങ്കിൽ കൂടി അവരെയും ഈ രീതിയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടേ കല്യാണം നടത്തുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു ആ മകൾ എന്തോ ഒരു അമൂല്യ വസ്തുവിനെ പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ തന്നെ വളരെ ആലോചിക്കുക, കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. കാര്യം ഇതൊന്നും പോസിബിൾ അല്ല ഒരിക്കലും. ഇന്നിങ്ങനെ ചെയ്തെങ്കിൽ നാളെ ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആരോഗ്യം വെച്ചോ, നമ്മുടെ ശരീരം വെച്ചോ, നമ്മുടെ ജീവൻ വെച്ചോ കളിക്കാതിരിക്കുക, പ്രണയിക്കാതിരിക്കുക. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയും എൻ്റെ പ്രണയം നിനക്ക് സത്യസന്ധമാണെന്ന് കാണിച്ചാൽ പിളഞ്ഞ് കാണിച്ചു തരാം, അപ്പോഴെങ്കിലും നീ വിശ്വസിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ വെറുതെ ഡയലോഗ് അടിക്കും. അതൊക്കെ ഡയലോഗ് ആയിരിക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെയൊന്നും കാണിക്കാൻ പോകരുത്. കാണിച്ചാലും അപ്പോഴത്തേക്ക് അവർ വിശ്വസിക്കായിരിക്കും. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനെങ്കിലും അവരോട് വഴക്ക് കൂടുമ്പോൾ അവർ ചോദിക്കും, നീ വേണമെങ്കിൽ ഒന്ന് തെളിയിച്ച് കാണിക്കും, നീ അടുത്ത ആ കിണറ്റിൽ നിന്ന് ചാടി കാണിക്കേണ്ട അടുത്ത് സ്നേഹം ഉണ്ടെന്നാണെങ്കിൽ പോയി കിണറ്റി ചാടരുത്. കാര്യം നമ്മുടെ ജീവനാണ്. അപ്പോൾ എല്ലാവരും അവനവനെ സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക, കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് അല്ലേ റിയൽ ആയിട്ടൊന്ന് ചിന്തിക്കുക. ഇതെല്ലാം പ്രാക്ടിക്കൽ ആവുക. എല്ലാവരും സിനിമയും സീരിയലുകളൊന്നും കണ്ട് സിനിമയും സീരിയലിനെയും കുറ്റപ്പെടുത്തുമല്ല, എന്നാൽ കൂടി അവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാഴ്ചകളൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ അത് പിന്നെ റിയൽ ലൈഫിൽ ഒരുപാട് പേര് അനുകരിക്കുന്നുണ്ട്, അനുകരിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, അത് എല്ലാ ദിവസവും എല്ലാവരും കാണുന്നുമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എന്താ ആയിക്കൂടെ എന്നും ചിന്തിക്കാം. പക്ഷെ അത് ചെയ്യരുത്. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ അത് ആ രീതിക്ക് മുന്നോട്ട് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച്, ഇനി അത് വേണ്ട, ഇത്തരത്തിലുള്ള ടാസ്ക് ഒക്കെ ഇടുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടാന്നങ്ങ് വെച്ചേക്കാം ഒറ്റയടിക്കാനെ. അതിന് വീണ്ടും അതിനെ
പിന്നാലെ നടന്ന് അത് തന്നെ വേണം, അയ്യോ ആ റിലേഷൻ വേണമെങ്കിൽ ഞാൻ ഇത് ചെയ്യണമെന്ന് നിർബന്ധിച്ച് നമ്മുടെ ആരോഗ്യം കളയരുത്. തീർച്ചയായിട്ടും. അതാണ് ഇപ്പം ഈ ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ ഉള്ളത്. പ്രണയം തെളിയിക്കണമെങ്കിൽ ഇങ്ങനത്തെ വഴികളെ ഉള്ളൂ എന്ന് നമ്മുടെ ആ ക്വസ്റ്റ്യൻ ഇവിടെ ബാക്കിയാവുകയാണ്. നിങ്ങൾക്കും കമൻറ്റുകൾ അറിയിക്കാം. അതെ, ഓക്കെ, താങ്ക് യു.